ഹലോ, ഇൻ്റഗ്രേഷനിലെ പ്രൊഡക്റ്റ് ടൂളാണ് നമ്മൾ ഈ ഒരു വീഡിയോ പഠിക്കുന്നത്. അത് നമ്മൾ പ്രൊഡക്റ്റ് ടൂൾ എന്നല്ല പറയാം, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്നാണ് പറയാം. നിങ്ങൾ ഹയർ സെക്കൻഡറി ലെവലിൽ അത് പഠിച്ചാണ്. അതിൻ്റെ കറക്റ്റ് റിപ്പീറ്റേഷൻ അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം. ടു ഫങ്ഷൻസ് ആ ഫങ്ഷൻസിനെ നമ്മൾ യു എന്നും ബി എന്നും പേര് വിളിക്കാൻ പോവാം. സാധാരണ നമ്മൾ ഫങ്ഷനെ എഫ് എന്നും ജി എന്നൊക്കെ കൊടുക്കാറില്ലേ, എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ്. അതേ ഫങ്ഷൻസിനാണ് ഇതിലെ ഫോമുല പറയാൻ യു എന്നും ബി എന്നാണ് യൂസ് ചെയ്യുന്നത്. യു ഓഫ് എക്സ്, വി ഓഫ് എക്സ്. യു എന്നും ബി എന്നും നമുക്ക് തൽക്കാലം വിളിക്കാം. സോ ഇൻ്റഗ്രൽ ഓഫ് യു വി ദിസ് ഇസ് ഈക്വൽ ടു, റൂൾ ഇങ്ങനെയാണ്, ദിസ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ്, ഇനി വലിയൊരു ഇൻ്റഗ്രലാണ്, ഇനി വരാൻ പോകുന്ന ടേംസ് എല്ലാം ഈ ഇൻ്റഗ്രലിനകത്താണ്. So first function into integral of the second minus integral of, അതുകൊണ്ട് ഒരു ഗൗരവത്തിൽ പറയുന്നത് integral of derivative of first. ആരാ ഫസ്റ്റ്? u ആണ്. So derivative of first, that is du by dx into integral of the second. ഇതാണ് റൂള്. ഈ ടേംസ് എല്ലാം ഈ ഒരു ഇൻ്റഗ്രലിനകത്തുള്ളത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു integral of the second minus integral of derivative of first into integral of the second. ഓക്കെ, ഇവിടെ യുവും ബി എല്ലാം എക്സുള്ള ഫംഗ്ഷൻസാണ്. അപ്പോൾ കറക്റ്റായിട്ട് എഴുതുകയാണെങ്കിൽ ഇവിടെ ഇൻ്റഗ്രേഷൻ എഴുതുമ്പോൾ ഇവിടെ ഡി എക്സ് എഴുതണം, ഇവിടെ ഡി എക്സ് എഴുതണം, ഇതിന് മൊത്തത്തിൽ ഡി എക്സ് എഴുതണം. നമ്മൾ വളരെ ഷോർട്ടായിട്ട് എഴുതിയ, പഠിക്കുമ്പോൾ യു എന്നും ബി എന്നും പറയേണ്ട, ഫസ്റ്റ് സെക്കൻഡ് എന്ന് പഠിച്ചാൽ മതി. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇൻ്റഗ്രൽ ഓഫ് എക്സ് കോസ് എക്സ് ഡി എക്സ്, പ്രൊഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ആണ്. റൂൾ അപ്ലൈ ചെയ്യാം. സോ എന്തായിരുന്നു റൂള്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് കോസ് എക്സ് ഇൻ്റഗ്രൽ. കോസ് എക്സ് ഇൻ്റഗ്രൽ എന്താണ്? കോസ് എക്സ് ഇൻ്റഗ്രൽ സൈൻ എക്സ് ആണ്. മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ആരാ ഫസ്റ്റ്? എക്സ് ആണ്. എക്സ് ഡെറിവേറ്റീവ് എത്രയാണ്? 1 ആണ്. ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. കോസ് എക്സ് ഇൻ്റഗ്രൽ എന്താണ്? കോസ് എക്സ് ഇൻ്റഗ്രൽ സൈൻ എക്സ് ആണ്. ക്ലിയർ? ഇതൊന്നുകൂടെ ഇൻ്റഗ്രേഷൻ കംപ്ലീറ്റ് ആക്കണം. 1 ഇൻറ്റു സൈൻ എക്സ് ആണ് സൈൻ എക്സ്. സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് സൈൻ എക്സ് മൈനസ്, ഇനി ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് അല്ലേ ബാക്കിയുള്ള. വാട്ട് ഇസ് ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ്? മൈനസ് കോസ് എക്സ്. ആ മൈനസും ഈ മൈനസോടെ പ്ലസ് ആവും കോസ് എക്സ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആയതുകൊണ്ട് ഒരു പ്ലസ് സി കൂടെ ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോകും. ഇനി അതിനെ ചോദിക്കട്ടെ, ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ ക്വസ്റ്റനിൽ ആ ഓർഡറിൽ തന്നതുകൊണ്ടാണ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എക്സും സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് കോസ് എക്സും ചൂസ് ചെയ്ത്. തിരിച്ചായിരുന്നു തന്നെങ്കിലോ, കോസ് എക്സ് ഇൻറ്റു എക്സ് എന്നായിരുന്നു ക്വസ്റ്റൻ എങ്കിൽ നമുക്ക് ഇതുപോലെയും ചെയ്ത് നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ് ആണെങ്കിൽ ഒരേ ഫംഗ്ഷൻസ് തന്നെയാണ്, എക്സ് കോസ് എക്സും കോസ് എക്സ് എക്സും ഒരേ ആൻസർ കിട്ടണ്ടേ. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ കോസ് എക്സ് ആണ്, അപ്പോൾ കോസ് എക്സ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. എക്സ് ഇൻ്റഗ്രൽ എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. കോസ് എക്സ് ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. മൈനസും മൈനസും ഇത് പ്ലസ് ആവും. മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. ഇപ്പോൾ നോക്കൂ, എക്സ് ഇൻ്റഗ്രൽ എന്തായിരുന്നു? എക്സ് സ്ക്വയർ ബൈ 2 ആണ്. ഇവിടെ നോക്കൂ, ഇത് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വീണ്ടും ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇത് ഇൻ്റഗ്രൽ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ആണ്. അതിന് വീണ്ടും നമ്മൾ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ അത് എക്സ് സ്ക്വയർ ബൈ 2 എന്തായി മാറും? എക്സ് സ്ക്വയർ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ആയിട്ട് മാറും. ഈ പ്രോസസ് നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി ഇൻ്റഗ്രേറ്റ് കഴിഞ്ഞു. ഇവിടെ നമുക്ക് എളുപ്പം വരാൻ കാരണം എന്താ? എക്സ് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനായി ചൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഏത് ഫംഗ്ഷനെ ഫസ്റ്റ് ഫംഗ്ഷനായി ചൂസ് ചെയ്യണം എന്നുള്ളതിന് ചില ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അത് ഓർക്കാൻ നമ്മൾ ഈ ഒരു വേർഡാണ് ഓർക്കുക. വേർഡ് ഈ ഒരു വേർഡ് ഓർക്കുക, ഹൈലൈറ്റ്. ഓക്കെ, ഇതിൽ ഐ ഡിനോട്ട് ചെയ്യുന്നത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസാണ്. എൽ ലോഗരിതമിക് ഫംഗ്ഷനാണ്. എ ഓൾജിബ്രൈക് ഫംഗ്ഷൻസാണ്. ഓൾജിബ്രൈക് ഫംഗ്ഷൻസ് എന്താണ്?
പോളിനോമിയൽസ്, കോൺസ്റ്റൻസ് എല്ലാം വരുന്നത് എയിലാണ്. ടി ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്, ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനാണ്. ഇതിൽ ഏത് ഫംഗ്ഷനാണോ നമ്മുടെ ഇതിൽ ഓർഡറിൽ ഫസ്റ്റ് വരുന്നത് ആ ഫംഗ്ഷനെ ഫസ്റ്റായി ചൂസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോസ് എക്സിൻ്റെ എക്സ് അല്ലേ, കോസ് എക്സ് ട്രിഗണോമെട്രിക്കുമാണ്, എക്സ് പോളിനോമിയൽ ആയതുകൊണ്ട് ഓൾജിബ്രൈക്കുമാണ്. ട്രിഗണോമെട്രി ടിയും ഇത് ഓൾജിബ്രൈക്ക് ഫംഗ്ഷനാണ്, ടിയും എയും ആണ്. ഇതിൽ ഏതാ ആദ്യം വരുന്ന നോക്കിയേ, എ കഴിഞ്ഞിട്ടാണ് ടി, ഓൾജിബ്രൈക്ക് ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് ടി. അപ്പോൾ ഇയാൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇയാൾ ഫസ്റ്റ് ഫംഗ്ഷനായി ചൂസ് ചെയ്യണം. ഇതിൽ ഏതാണോ ഓർഡറിൽ ഫസ്റ്റ് വരുന്നത് അതിനെ ഫസ്റ്റായി ചൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എക്സ് ഓൾജിബ്രൈക്ക് ആണ്, സോ അത് ഫസ്റ്റ്. അതിന് ശേഷമാണ് ആര് വരുന്നത്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ തിരിച്ചെഴുതുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ തിരിച്ചെഴുതുക. ഇവിടെ നോക്കാം, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദിസ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ് ആണ്. ഇ റേസ് ടു എക്സ് എക്സ്പൊണൻഷ്യലാണ്, എക്സ് ഓൾജിബ്രൈക്കോ. ഏതാ ഫസ്റ്റ് വരുന്നത് നോക്കിയാൽ കണ്ടോ, ഓൾജിബ്രൈക്ക് കഴിഞ്ഞിട്ടാണ് എക്സ്പൊണൻഷ്യൽ വരുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ തിരിച്ചെഴുതണം. ഇതിന് ഇൻ്റഗ്രൽ ഓഫ് ഓൾജിബ്രൈക്ക് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ഡി എക്സ് എന്ന് അപ്ലൈ ചെയ്യണം. ഇനി നമുക്ക് പാർട്സ് അപ്ലൈ ചെയ്യാം. എന്തായിരുന്നു റൂള്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. ഇ റേസ് ടു എക്സ് ഇൻ്റഗ്രൽ എന്ത് തന്നെയാണ്, ഇ റേസ് ടു എക്സ് തന്നെയാണ്, മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 1 ആണ്, ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഇൻ്റഗ്രൽ എന്താണ്, ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് ഈ 1 ഇൻറ്റു ഇ റേസ് ടു എക്സ് തന്നെ, ആ ഇ റേസ് ടു എക്സിനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇ റേസ് ടു എക്സ് തന്നെ, പ്ലസ് ഒരു സി കൂടെ ഉണ്ട്. ഓക്കെ അല്ലേ. ഇനി ഇതിൽ ചിലപ്പോൾ ഒന്നുകൂടെ അഡ്വാൻസ് ആയി ചോദിക്കാൻ സാധ്യതയുള്ളത് ഇത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചോദിക്കാം. വാട്ട് ഈസ് ഇൻ്റഗ്രൽ 0 to 1. അപ്പോൾ സാധാ പോലെ തന്നെ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇതുപോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അവസാനം നമുക്ക് എന്തുണ്ടാവും, ലാസ്റ്റ് നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ടാവും 0 to 1. ഓക്കെ, അവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്ത് നോക്കാം നമുക്ക്. അപ്പർ ലിമിറ്റ് 1 കൊടുത്താൽ ഇത് 1, ഇത് ഇ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ ഇ തന്നെ, മൈനസ് ഇവിടെ എക്സിന് 1 കൊടുത്താൽ ഇ തന്നെ. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കഴിഞ്ഞു, സോറി അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. എക്സിന് 1 കൊടുത്താൽ 1 ഇൻറ്റു ഇ റേസ് ടു 1 ഇ മൈനസ് ഇ, അപ്പർ ലിമിറ്റ് മൈനസ്. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കാം. ലോവർ ലിമിറ്റ് 0 അല്ലേ കൊടുക്കണ്ടേ, ലോവർ ലിമിറ്റ് 0 കൊടുക്കുക, ഈ ടേം 0 ആയിട്ട് മാറും. സോ 0 മൈനസ് ഇവിടെ എക്സിന് 0 കൊടുത്താൽ ഇ റേസ് ടു 0 എത്രയാണ്, 1 ആണ്. ഈ ടേം 0 ആവും, മൈനസ് മൈനസ് പ്ലസ് ആവും, ഫൈനൽ ആൻസർ എത്രയാണ്, 1 ആണ്. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വരുന്ന ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാം, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചോദിക്കാം, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലും ചോദിക്കാം. ഓക്കെ, ആകെ മാറ്റമുള്ള എന്താണ്, സാധാ പോലെ ഈ റൂൾ അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ്റഗ്രൽ ഓഫ് ln ഓഫ് എക്സ് ഡി എക്സ് ലോഗ് എക്സ്, നാച്ചുറൽ ലോഗരിതം ആയതുകൊണ്ട് ln ഓഫ് എക്സ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോഴേ അവിടെ ആകെ ഒരു ഫംഗ്ഷനേ ഉള്ളൂ, ln ഓഫ് എക്സേ ഉള്ളൂ. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ 2 ഫംഗ്ഷൻസ് വേണ്ടേ, പക്ഷെ അവിടെ ഒരു ഫംഗ്ഷനേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ സാധാരണ രീതിയിൽ ln ഓഫ് എക്സിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, 1/xൻ്റെ ഇൻ്റഗ്രൽ എന്തായിരുന്നു, ln ഓഫ് എക്സ് ആയിരുന്നു, ln ഓഫ് മോഡ് എക്സ് ആണ്. പക്ഷെ തിരിച്ച് ln ഓഫ് മോഡ് എക്സിൻ്റെ ഇൻ്റഗ്രൽ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, അത് ആ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ നമ്മൾ ആര് ഹെൽപ്പ് ചെയ്യും, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഹെൽപ്പ് ചെയ്യും, അല്ലാതെ ചെയ്യാൻ കഴിയില്ല. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ദിസ് ഇസ് ഈക്വൽ ടു ln ഓഫ് എക്സ് ഇൻറ്റു 1 ഡി എക്സ് എന്ന് എഴുതും. കുഴപ്പമില്ലല്ലോ, ln ഓഫ് എക്സ് നമുക്ക് ln ഓഫ് എക്സ് ഇൻറ്റു 1 എന്ന് എഴുതാം. ഇനി നോക്കൂ, ഇപ്പോൾ 2 ഫംഗ്ഷൻസ് ആയില്ലേ, ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഏതാണ് ഫസ്റ്റ് വരിക, ഇത് ln ഓഫ് എക്സ് ലോഗ് എക്സ് എൽ ആണ്, 1 കോൺസ്റ്റൻറ്റ് ഓൾജിബ്രൈക്കും ആണ്. ഏതാ ഫസ്റ്റ് വരുന്നത് നോക്കി നമ്മൾ ഓർഡറിൽ ഹൈലൈറ്റിൽ കണ്ടോ, ലോഗരിതം കഴിഞ്ഞിട്ടാണ് ഓൾജിബ്രൈക്ക് വരുന്നത്. അപ്പോൾ ആദ്യം ലോഗരിതം പിന്നെ ഓൾജിബ്രൈക്ക്, കറക്റ്റ് ഓർഡറാണ്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ദിസ് ഈക്വൽ നമ്മുടെ റൂള്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു കണ്ടോ ln ഓഫ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. 1 ഇൻ്റഗ്രൽ എന്താണ്, എക്സ് ആണ്, മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, ln ഓഫ് എക്സ് ഡെറിവേറ്റീവ് എന്താണ്, 1/x ആണ്, 1/x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്. 1 ഇൻ്റഗ്രൽ എന്താണ്, എക്സ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ റൂൾ ചെയ്താൽ നോക്കിയിട്ടില്ല,
first function into integral of the second minus integral of derivative of first into integral of the second. That is equal to ഇവിടെ ഈ എക്സും 1/x ക്യാൻസൽ ചെയ്യില്ലേ, ബാക്കി അവിടെ 1 ഉണ്ടാവുക. ആ 1നെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട. എന്താ 1 ഇൻ്റഗ്രൽ? എക്സ് ആണ്. അപ്പോൾ ഈ ഇൻ്റഗ്രലൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ആണ് കിട്ടുക. സോ ആൻസർ ഈസ് ln of x into x minus x plus c. Okay. Answer x ln of x minus x plus c.